എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. കേട്ടൊരു പരീക്ഷ ഇങ്ങനെ അടുത്തെത്തി നിൽക്കുകയാണ് അല്ലെ. ഈ വരുന്ന ജനുവരി 18, 19 തീയതികളിലാണ് നമ്മുടെ പരീക്ഷ. കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം പാഠപുസ്തകങ്ങളൊക്കെ മാറി വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. എന്നാലും എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഏതൊരു പാഠപുസ്തകം മാറി വന്നാലും കണ്ടന്റുകൾക്ക് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ വരുമ്പോൾ അവയെ കൂടുതലാക്കി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ഹിസ്റ്ററി 12 മാർക്കിനാണ്. മൊത്തം നമുക്ക് 60 മാർക്ക് ഉള്ളതിൽ ഹിസ്റ്ററി വരുന്നത് 12 മാർക്കാണ്. 12 മാർക്കിൽ നമ്മൾ പ്രാചീന കാലം മുതൽ ആ ഒരു ഹിസ്റ്ററി മുതൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് സിവിലൈസേഷൻസ്, അതെപ്പോഴും ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും വരുന്ന ഒരു ഭാഗമാണ് ഹിസ്റ്ററിയിൽ. ദെൻ റെവല്യൂഷൻസ് നമ്മൾ നോക്കണം. സോഷ്യലിസം, ലേബർ മൂവ്മെന്റ്സ് ആൻഡ് ലേബർ സ്ട്രഗിൾസ്. ഇത് നിങ്ങൾക്ക് സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സ്നിപ്പ് ചെയ്തിട്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയണതൊന്ന് ശ്രദ്ധിക്കാം. Then struggles of peasant, workers, tribals, women, sepoys, polygas, rulers and chieftains. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് പല വിഭാഗക്കാരും നടത്തിയ സ്ട്രഗിൾസിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിവോൾട്ട് ഓഫ് 1857, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ് ആൻഡ് ഗാന്ധിയൻ ഇറ, മൂവ്മെന്റ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, പെസന്റ് സ്ട്രഗിൾ ആൻഡ് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ മോഡേൺ കേരള. അപ്പൊ ഇത്രയാണ് ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് വരാറുള്ളത്. അടുത്തത് ജോഗ്രഫിയും ഇതേപോലെ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. പ്ലാനറ്റ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ്, സൈസ്, ഷേപ്പ്, ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത്, സീസൺ, ടെമ്പറേച്ചർ സോൺ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം, മാപ്പ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, സ്കെയിൽ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്, ഗ്ലോബ്, ക്ലൈമറ്റ്, വെതർ, ടെമ്പറേച്ചർ, പ്രഷർ, റെയിൻഫോൾ ആൻഡ് വിൻഡ്സ്, ഇന്ത്യ, റിലീഫ്, ക്ലൈമറ്റ്, ഡ്രെയിനേജ്, വെജിറ്റേഷൻ, India, resources, agriculture, industry, transport, population. Then Kerala, environmental problems and conservative measures. അപ്പോൾ ഇത്രയാണ് ജോഗ്രഫിയിൽ നിന്ന്. ഇത് തന്നെ ഈ ഒരു ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ദെൻ എക്കണോമിക്സ് 8 മാർക്ക്, പൊളിറ്റിക്കൽ സയൻസും 8 മാർക്ക്. വളരെ കുറച്ച് ഭാഗങ്ങളെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും അങ്ങനെ 40 മാർക്കാണ് ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് വന്നത്. ഇനി 20 മാർക്ക് നിങ്ങളുടെ പെഡഗോജിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് സാധാരണയായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഋതുക്കൾക്ക് കാരണമല്ലാത്തത് ഏത്? അപ്പോൾ ജോഗ്രഫിയുടെ ടോപ്പിക് എടുക്കുമ്പോൾ ഈ ഋതുക്കൾക്ക് കാരണമല്ലാത്തത് ഏത്? അവിടെ നമുക്ക് കണ്ടോ സീസൺസ്, ടെമ്പറേച്ചർ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ്? സീസൺ, ടെമ്പറേച്ചർ സോൺ, സ്ട്രക്ചർ അല്ലെ, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന ചോദ്യം ഏത് ഭാഗത്തു നിന്നാണ്? ഋതുക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതവിടെ എന്തും വരുന്നുണ്ട്, ആ എർത്തുമായിട്ട് ബന്ധപ്പെട്ട റൊട്ടേഷനെ കുറിച്ചിട്ടും റവല്യൂഷനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ എന്താണ് ഋതുക്കൾക്ക് കാരണമല്ലാത്തത്? ഏതാണ്? ഭ്രമണം, പരിക്രമണം, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ്, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. ഏതാണ് ഭൂമിയില് ഋതുക്കള് മാറി മാറി വരാനായിട്ട് കാരണം അല്ലാത്തത്? ഏതാണ്? വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ എ ഭ്രമണമാണ് അല്ലെ. ഭ്രമണം നിമിത്തമാണ് എന്ത് മാറി മാറി വരുന്നത്? രാവും പകലും മാറി മാറി വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും. കാരണം ഈ അച്ചുതണ്ടിന്റെ സമാന്തരത എന്നൊക്കെ കാണുമ്പോൾ എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. അതാണ് ഉത്തരം എന്നുള്ളത്. അപ്പൊ വളരെ സിമ്പിൾ ആണ് ചോദ്യം, പക്ഷെ ഓപ്ഷൻ നമ്മളെ പലപ്പോഴും കുഴക്കാറുണ്ട്. ഈ ഭ്രമണം എന്ന് പറയുന്നത് കൊണ്ടാണ് രാവും പകലും മാറി മാറി ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഭ്രമണത്തെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു വെക്കുമ്പോൾ കൂടുതലായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും, അക്ഷാംശവും രേഖാംശവും അല്ലെ. രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സമയം മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. രേഖാംശ രേഖകൾ, ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖാംശ രേഖകൾ, എല്ലാ രേഖാംശ രേഖകൾക്കും തുല്യ നീളമായിരിക്കും. ഓരോ രേഖാംശ രേഖ അല്ലെങ്കിൽ ഓരോ ഡിഗ്രി കഴിയും തോറും സമയം മാറിക്കൊണ്ടിരിക്കും. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മിനിറ്റിന് തുല്യമാണ്.
അതൊക്കെ വെച്ചിട്ട് പ്രോബ്ലം പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന സ്ഥലത്ത് ഇന്ന സമയമാണ് എങ്കിൽ ഇത്ര ഡിഗ്രി അപ്പുറത്ത് എത്ര സമയമായിരിക്കും എന്നുള്ളതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കരകൗശല വ്യവസായം, കൈത്തറി, സിമന്റ്, കയർ വ്യവസായം. വ്യവസായത്തിൽ ഉൾപ്പെടാത്തത് വളരെ സിമ്പിൾ ആണ്, സിമന്റ് വ്യവസായമാണ് അല്ലെ. കരകൗശല കൈത്തറിയും കയറും എല്ലാതും കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിന് ഉദാഹരണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. ജോഗ്രഫി എന്നൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അടുത്ത നോക്കിയേ, വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അക്ഷാംശവും രേഖാംശവും. ആ അക്ഷാംശവും രേഖാംശവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അക്ഷാംശരേഖ, അക്ഷാംശരേഖ എന്ന് പറയുന്നത് എന്താണ്? അതാ ഇതാണ് ഏറ്റവും വലിയ അക്ഷാംശരേഖ, ഭൂമധ്യരേഖ അല്ലെ. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശരേഖ. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ റെഡ് എഴുതുമ്പോ? ഏറ്റവും വലിയ അക്ഷാംശരേഖ 0 ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശരേഖകളുടെ എണ്ണം, ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശരേഖകളുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. ഇത് 90 ഡിഗ്രി നോർത്ത്, അതൊരു പോയിന്റ് ആണ്. അതിനെ നമ്മൾ ഉത്തരധ്രുവം എന്ന് വിളിക്കുന്നു. ഇപ്പൊ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള ഭാഗങ്ങളെ ഉത്തരാർദ്ധഗോളം അല്ലെ, താഴെയുള്ളതിനെ ദക്ഷിണാർദ്ധഗോളം. 90 ഡിഗ്രി സൗത്ത് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സൗത്ത് ആണ്, സൗത്ത് പോൾ എന്ന് പറയും അല്ലെ, ദക്ഷിണ ധ്രുവം എന്ന് പറയാറുണ്ട്. അപ്പൊ 0 ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഇനി ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്തിനെ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ, ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത് ആണ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഉത്തരായന രേഖ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന ഒരു രേഖയാണ് അല്ലെ. ഇന്ത്യയെ 2ആയി വിഭജിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു രേഖയാണ് ഉത്തരായന രേഖ. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ളതാ. അക്ഷാംശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ, 0 ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. മുകളിലോട്ടുള്ള ഇതിനെ നമ്മൾ ഉത്തരാർദ്ധഗോളം എന്നും താഴോട്ടാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളം എന്നും പറയുന്നു. പിന്നെ 23.5 ഡിഗ്രിയുടെ കാര്യവും നമ്മൾ പറഞ്ഞു. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പൊ ആദ്യത്തെ ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞത് ഏതാണ്? ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. വലിയ തോത് ഭൂപടങ്ങളും ചെറിയ തോത് ഭൂപടങ്ങളും അതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് തലങ്ങും വിലങ്ങും ചോദിക്കുന്നതാണ്. പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് പുതിയ പാഠപുസ്തകത്തിലൊക്കെ വന്നിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആ പുതിയ പാഠപുസ്തകം വെച്ച് തന്നെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ ധരാതലീയ ഭൂപടത്തിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് അല്ലെ വനം, നൈസർഗിക സസ്യജാലമാണ് എങ്കിൽ എന്താണ്? പച്ചക്കളറിലാണ് അല്ലെ. ഇനി ജലാശയം എന്ത് കളറാണ്? നീല കളറിലാണ്. അപ്പൊ മഞ്ഞ നിറം എന്തിനെയാണ്? കൃഷിഭൂമി അല്ലെ, കൃഷിഭൂമിയാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. പാഴ്ഭൂമിയോ വെള്ള നിറത്തിലാണ്, തരിശുഭൂമിയൊക്കെ വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ? അപ്പൊ ഇതുപോലെ നിറങ്ങള് തവിട്ട് നിറത്തിൽ എന്താ കാണിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. തവിട്ട് നിറത്തിൽ എന്താണ് കാണിക്കുക? ധരാതലീയ ഭൂപടത്തിൽ തവിട്ട് നിറത്തിൽ റെപ്രസെന്റ് ചെയ്യണത് എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ധരാതലീയ ഭൂപടത്തിൽ മഞ്ഞ നിറം കൃഷിഭൂമിയെയും അതുപോലെ തിരിച്ചു ചോദിക്കാം, കൃഷിഭൂമിയെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ ഏത്? അപ്പൊ അതില് നിങ്ങൾ ആരും പച്ച എഴുതരുത്. കൃഷി എന്ന് പറയുമ്പോൾ പച്ചപ്പ് എന്നുള്ള രീതിയിൽ കാണരുത്. നൈസർഗിക സസ്യജാലം അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള വനം, അതാണ് നമ്മൾ എന്തിൽ കാണുന്നത്? പച്ച നിറത്തില് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഭൂപടം, അക്ഷാംശം, രേഖാംശം പോലെയുള്ളതൊക്കെ. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭൗമ സമാന ഗ്രഹം അല്ലാത്തത് ഏത്? ഏതാണ്? ചൊവ്വ, ബുധൻ, ശുക്രൻ, വ്യാഴം. ഏതാണ്? വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. വലുതാണ് അല്ലെ, വ്യാഴമാണ്. വ്യാഴമാണ്. അപ്പൊ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. അവിടെ ചോദിക്കാറുണ്ട്, ഉപഗ്രഹങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്, ഉരുളുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിക്കാറുണ്ട്, പച്ചഗ്രഹം ഏതാണെന്ന് ചോദിക്കാറുണ്ട്.
അങ്ങനെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ പഠിച്ചു പോകേണ്ട പ്രധാനപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അടുത്തത് നോക്കിയേ. അടുത്തത് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഉത്തര മഹാസമതലത്തിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ രൂപം കൊള്ളുന്ന മാസങ്ങൾ. അപ്പൊ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അതെവിടെയാണ്? ഉത്തര മഹാസമതലത്തിലാണ് വീശുന്നത്. അതെപ്പോഴാണ് വീശുന്നത്? ഉച്ചയ്ക്കാണ് വീശുന്നത്. ഇനി അത് ഏത് മാസമാണ് എന്നുള്ളതാണ് കിട്ടേണ്ടത്. അപ്പൊ ഇത് എന്തിനു ഉദാഹരണമാണ് ലൂ എന്ന് പറയുന്നത്? പ്രാദേശികവാദം അല്ലെ? വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മഴ പെയ്യാൻ കാരണമാകുന്ന ചില കാറ്റുകളുണ്ട്. ചിലത് മഴ പെയ്യാൻ കാരണമാകും, ചിലത് മഴ പെയ്യില്ല, കാറ്റ് മാത്രമായിട്ട്. അപ്പൊ പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് ലൂ, കാൽബൈശാഖി, മാംഗോ ഷവർ, ചെറി ബ്ലോസം, നോർവെസ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇന്ത്യയിലുള്ളതാണ്. ഇനി ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല അമേരിക്കയിലും അതുപോലെ യൂറോപ്പിലൊക്കെ ഇതുപോലെയുള്ള പ്രാദേശികവാദങ്ങളുണ്ട്. ചിനുക്ക്, ഹർമാറ്റർ, ഫൊൻ എന്നൊക്കെ പറയുന്നത് അല്ലെ? അവയ്ക്കും കുറേ വിശേഷണങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ പഠിക്കാനുള്ളതാണ് കാറ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ. എപ്പോഴാണ് ഇത് വീശുന്നത്? മെയ് ജൂൺ മാസത്തിലാണ് ഈ ഒരു ലൂ എന്ന് പറയുന്ന കാറ്റ് വീശുന്നത്. ഉത്തരമഹാസമതലത്തില് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അതൊരു പ്രാദേശികവാദത്തിന് ഉദാഹരണമാണ്. മെയ് ജൂൺ മാസങ്ങളിലാണത്. അടുത്തത് ദിനങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ തന്നിട്ട് ഏതെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ഓസോൺ ഡേ എന്നാണ്, എർത്ത് ഡേ എന്നാണ്, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കാറുള്ളതാണ് ഭൗമദിനം. ഏപ്രിൽ 22 ഭൗമദിനം, കാലാവസ്ഥാ ദിനം, അതൊക്കെ ചോദിക്കാറുണ്ട്. ഭൗമദിനം ഏപ്രിൽ 22. അങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡേറ്റ്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ജോഗ്രഫി പഠിക്കുമ്പോൾ ഒരു 6 ഡേറ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിൽ 4 ഡേറ്റ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്? സെപ്റ്റംബർ 22 അല്ലെങ്കിൽ 23 ഇക്വിനോക്സ് ആണ്. മാർച്ച് 2021 ഇക്വിനോക്സ് ആണ്. സാധാരണ സെപ്റ്റംബർ 23 മാർച്ച് 21 ആണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ ഡിസംബർ 22 ജൂൺ 21 ഇതാണ് പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു പിക്ചറിൽ. അപ്പോൾ എന്താണ് ഇവയുടെ പ്രത്യേകത? ഈ 4 ഡേറ്റുകളുടെ പ്രത്യേകത ആദ്യത്തെ കണ്ടു, സെപ്റ്റംബർ 23, അതുപോലെ മാർച്ച് 21. സൂര്യൻ എന്തിന് മുകളിൽ നിൽക്കുന്ന സമയമാണിത്? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന 2 ദിവസങ്ങളുണ്ട് വർഷത്തില്. ആ 2 ദിവസങ്ങളാണ് സെപ്റ്റംബർ 23 മാർച്ച് 21. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? രാവും പകലും ഈക്വൽ ആയിട്ട് അനുഭവപ്പെടുന്ന ദിവസമാണ്. നോക്കാം നമുക്ക്. ഭൂമിയിൽ ഒരു ദിവസം രാത്രിയും പകലും തുല്യമാകുന്നതിനെ വിളിക്കുന്നത് പേരാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. മാർച്ച് 21 വസന്ത വിഷുവും സെപ്റ്റംബർ 23 എന്താണ്? ശരത് വിഷുവും ആണ്, ഇക്വിനോക്സ് ആണ്. ഓക്കെ, ആ ഡേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമില്ല. അപ്പൊ സെപ്റ്റംബർ 23 മാർച്ച് 21 ഈ 2 ദിവസവും എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ട് സൂര്യൻ വരുന്ന ദിവസമാണ്. അന്ന് രാവും പകലും ഈക്വൽ ആയിട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതിനെ ഇക്വിനോക്സ് എന്ന് പറയും. അതുപോലെ മലയാളത്തിൽ പറയുന്ന പേരാണ് വിഷുവം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ മാർച്ച് 21 വസന്ത വിഷുവും സെപ്റ്റംബർ 23 ശരത് വിഷുവും ആണ്. ഇനി ഡിസംബർ 23 മുതൽ ജൂൺ 21 വരെയുള്ള കാലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്തരായന കാലം. അതായത് ഡിസംബർ എന്താണ്? സൂര്യൻ എങ്ങോട്ടേക്കുള്ള സഞ്ചാരത്തിലാണ്? ഉത്തരാർദ്ധഗോളത്തിലേക്കുള്ള യാത്രയിലാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഡിസംബർ മുതൽ എന്ന് വരെ ഈ ഒരു ജൂൺ വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് സൂര്യൻ എങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയാണ്? ഉത്തരാർദ്ധഗോളത്തിലേക്കുള്ള സഞ്ചാര സമയമാണ്, ഒരു 6 മാസക്കാലം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസംബർ 23 മുതൽ ജൂൺ 21 വരെയുള്ള കാലത്തെ ഉത്തരായന കാലം എന്നും, തിരിച്ച് ജൂൺ 22 മുതൽ വീണ്ടും ഡിസംബർ 22 വരെ തിരിച്ചിങ്ങോട്ട് വീണ്ടും ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തിയ സൂര്യൻ തിരിച്ചെങ്ങോട്ടേക്ക് പോവാണ്?
ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അല്ലെങ്കിൽ ദക്ഷിണായന രേഖയിലേക്ക് പോവാണ്. ആ കാലത്തെ നമ്മൾ ദക്ഷിണായന കാലം എന്നും പറയാറുണ്ട്. അപ്പോൾ ഉത്തരായന കാലം എവിടെ മുതൽ എവിടെ വരെയാണ്? ഡിസംബർ 23, ജൂൺ 21, ജൂൺ 22 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണായന കാലം. ഇനി ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ദിവസത്തെ അയനാന്തം എന്ന് വിളിക്കുന്നു. എന്താണ് അയനാന്തം? എന്താണ് അയനാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും നല്ല വ്യത്യാസം ഉണ്ടാവുക. ചിലപ്പോൾ രാവ് കൂടി വരിക, ചിലപ്പോൾ പകല് കൂടി വരിക. അതിനെയാണ് അയനാന്തം എന്ന് പറയുന്നത്. ജൂൺ 21 കർക്കിടക അയനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റൈസ്. അതായത് ജൂൺ 21 പകല് കൂടുതലാണ്. എവിടെ? സൂര്യൻ എവിടെയാണ് നിൽക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ നിൽക്കുന്ന ദിവസമാണ് ജൂൺ 21. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കർക്കിടക അയനാന്തം, സമ്മർ സോൾസ്റ്റൈസ്. ദെൻ ഡിസംബർ 22 സൂര്യൻ എവിടെയാണ്? ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ്. അപ്പോൾ അവിടെ പകല് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ ഇതാണ് അയനാന്തം എന്ന് പറയുന്നത്. അപ്പോൾ 4 ഡേറ്റേ ഉള്ളൂ പഠിക്കാനായിട്ട്. ശ്രദ്ധിക്കുക, ഇത് എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാലും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ഡേറ്റ് ആണ്. ആദ്യത്തെ ജൂൺ 21. ജൂൺ 21 പകല് കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? അവിടെ സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. ജൂൺ കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 22 അവിടെ എന്താണ്? ഇക്വിനോക്സ് ആണ്. രാവും പകലും ഈക്വൽ ആണ്. ദെൻ വീണ്ടും വരുന്നത് ഡിസംബർ 22. ഡിസംബർ 22 എന്താണ്? വീണ്ടും സൂര്യൻ എവിടെ എത്തി? സൂര്യൻ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തി. അപ്പോൾ അവിടെ പകല് കൂടുതലായിട്ട് അനുഭവപ്പെടും. ദെൻ മാർച്ച് 21. മാർച്ച് 21 വീണ്ടും രാവും പകലും ഈക്വൽ ആയിട്ട് അനുഭവപ്പെടുന്നു. മാർച്ച് 21 വിഷുവമാണ്. അപ്പൊ ഈ 4 ഡേറ്റ് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. അടുത്തത് പിന്നെ പഠിക്കാനുള്ള 2 ഡേറ്റ് ആണ്. ഞാൻ പറഞ്ഞത് മൊത്തം 6 ഡേറ്റ് പഠിക്കണം എന്നാണ്. അതിലെ അടുത്ത 2 ഡേറ്റ് ആണ് ജനുവരി 3, ദെൻ ജൂലൈ 4. ജനുവരി 3 എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് കറക്റ്റ് സർക്കിൾ ഷേപ്പിലൊന്നുമല്ല, അല്ലെ? അപ്പോ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഒരു വർഷത്തില് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറവായിട്ട് അനുഭവപ്പെടുന്ന ഒരു ദിവസവും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്നും അപ്പ് ഹീലിയൻ എന്നും പറയുന്നത്. അപ്പ് ഹീലിയൻ എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും അധികമായിരിക്കുന്ന ദിവസമാണ്. അതാണ് ജൂലൈ 4. ജൂലൈ 4 സൂര്യനും ഭൂമിയും ഏറ്റവും അകലെയായിരിക്കുന്നത്. ഏറ്റവും അടുത്തായിരിക്കുന്നതാണ് പെരിഹീലിയൻ, ജനുവരി 3. ഈ 6 ഡേറ്റ് പഠിച്ചാൽ ഒരുപാടുപെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. എപ്പോഴും ചോദിക്കുന്നതാണ് ഇക്വിനോക്സും സോൾസ്റ്റൈസും അതുപോലെ ഉത്തരായന കാലവും, പകല് കൂടുതലുള്ള ദിവസം ഏത്, രാവ് കൂടുതലുള്ള ദിവസം ഏത്, സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ വരുന്ന ദിവസം ഏത്. അപ്പൊ ആ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. ഈ 6 ഡേറ്റിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പാഠപുസ്തകത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ടോപ്പിക്കാണിത്, പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അവിടെ മുൻകാല ചോദ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇത്രയും കാലമായിട്ട് കേട്ടിട്ട് സ്റ്റുഡൻസിന് ബാച്ചുകൾ നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് ബാച്ച് ഉണ്ട്, അല്ലെ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ നോളേജ് വെച്ചും ഇത്രയും എക്സാമുകൾ കണ്ടക്ട് ചെയ്തതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചും നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇനിയുള്ള ദിവസം പുസ്തകം മുഴുവൻ വായിച്ച് പഠിക്കാനുള്ള നേരമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ക്രിസ്പി ആയിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമ്മൾ പഠിക്കണം. മുൻകാല ചോദ്യങ്ങൾ പഠിക്കണം, പാഠപുസ്തകം പഠിക്കണം, മോഡൽ എക്സാം എഴുതണം, റിവിഷൻ ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഇനി കുറച്ച് ദിവസം കൊണ്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ടാണ് നിങ്ങൾക്കൊരു ബൂസ്റ്റർ ബാച്ച് ഇറങ്ങിയിരിക്കുന്നത്. കേട്ടിട്ട് പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബൂസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതായത് 20 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്, 10 ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും. അതിൽ വളരെ ക്രിസ്പി ആയിട്ട് ഇതുപോലെയുള്ള ഇതിനൊക്കെ ഈ പാറ്റേൺ ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്ന് ഇതിൽ വരാവുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങൾ, രേഖാംശ രേഖകളെ ബന്ധപ്പെടുത്തി ടൈം സോണിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന സ്ഥലത്ത്
ഇത്ര മണിയാണ് എന്നുണ്ടെങ്കിൽ ഇത്ര ഡിഗ്രി ഈസ്റ്റിൽ എത്ര മണിയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അവയൊക്കെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ ഒരുപാട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിസ്പി ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടറ്റ് കാറ്റഗറി 1 ആയിക്കോട്ടെ 2 ആയിക്കോട്ടെ സോഷ്യലോ സയൻസോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ബൂസ്റ്റർ ബാച്ച് സബ്ജക്റ്റ് മാത്രമല്ല, ഇംഗ്ലീഷും സൈക്കോളജിയും മാത്സും എല്ലാം ഉൾപ്പെടുന്ന ബൂസ്റ്റർ ബാച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിചയപ്പെടാം, അതുപോലെ പുതിയ പാഠപുസ്തകം, മാറി വന്ന പാഠപുസ്തകത്തെ പരിചയപ്പെടാം, അതുപോലെ മോഡൽ എക്സാമുകൾ എഴുതാം. ഇവയെല്ലാം എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് നേരിടാം. അപ്പോൾ മടിക്കാതെ ജോയിൻ ചെയ്യുക. ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ LPSC UPSC ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ എഴുതുന്നത്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്താണ്, നിങ്ങൾക്കൊരു സ്കൂളിൽ ഒരു ഡെയിലി വേജിന് അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും കേട്ടറ്റ് വേണം. അപ്പോൾ ആ കേട്ടറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പരീക്ഷയ്ക്ക് പഠിക്കുക, ബൂസ്റ്റർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്